ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം കപ്പ വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കപ്പ മാത്രമല്ല, ചെറുപയറും വാഴയ്ക്കയും കൂടി പുഴുങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആദ്യം ചെറുപയർ വാഴയ്ക്ക ഒന്ന് വേവിച്ച് വെക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചെറുപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 3-4 വിസിലൊക്കെ മതി, അപ്പോഴേക്കും വെന്ത് കിട്ടും. ഇനി കപ്പ ഒന്ന് ചെറുതായിട്ട് മുറിക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. കപ്പ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഉപ്പിടുക, ചെറുപയറിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ കുറച്ചിടുക. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, തേങ്ങ അതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയേണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. അപ്പോൾ കപ്പ വെന്തോ നോക്കുകയാണ്. കപ്പ വെന്തുണ്ട്, അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ ഇതാ ചെറുപയറും വാഴയ്ക്കും വെന്തുണ്ട്. ഇനി അതിലേക്ക് കപ്പയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഇനി അതിലേക്ക് അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ ചിക്കൻ കറിയും മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പുട്ടും പപ്പടവും കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. പുട്ടും കടലക്കറിയും പോലെ തന്നെ പുട്ടും കപ്പപ്പുഴുക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.